ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവാണെന്നുണ്ടെങ്കിൽ താരനെ കൊല്ലാൻ വേണ്ടി കഴുത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ താരയാണെന്നുണ്ടെങ്കിൽ ജീവൻ പോകുന്ന ആ ഒരു വേദന സംസാരിക്കാൻ പോലും കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ സരിയാണെങ്കിൽ അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കഴുത്തിൽ ഇങ്ങനെ തള്ളി പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ താര സ്വർഗ്ഗലോകം കാണുന്ന രീതിയിലേക്ക് മരണത്തിലേക്ക് ഇങ്ങനെ വഴുതി ഇങ്ങനെ വീഴുന്ന സമയത്ത് സരുവിൻ്റെ പുറകെ ശക്തിയായിട്ടൊരു അടി കൊള്ളുവാണ്. സരു പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അത് വേറെ ആരുമല്ല, കല്യാണിയാണ്. കല്യാണി നല്ല രീതിയിൽ തന്നെ സരുവിനെ പെരുമാറുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആരുള്ള സമയത്ത് നീ പാത്തും പതുങ്ങിയും വന്ന് താരാനിനെ കൊല്ലാൻ നോക്കുകയാണല്ലേ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു സരു ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി? നിന്റെ അമ്മയാണ്, കുറച്ച് പണമില്ലാത്ത കുറവുണ്ട്, ആ പേരിലാണോ നീ ഇവരെ കൊല്ലാൻ നോക്കണത്? നീയാണ് ഇത് ചെയ്തത് മനസ്സിലായിട്ടും താരാൻ്റെ എന്താണ് അങ്ങനത്തെ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ മോളല്ലേ, കൊല്ലണമെങ്കിൽ കൊന്നോട്ടേന്ന്. അതിന് കൊല്ലണമെങ്കിൽ ഞാൻ കൊന്നോളാം, നീ എന്തിനാ ഇതിൽ ഇടപെടണത്? നിന്റെ ആരാടി ഇവര് എന്ന് പറയുമ്പോൾ എൻ്റെ ആരുമല്ലായിരിക്കും, പക്ഷെ നിന്റെ അമ്മയാണ്, അത് നീ ആലോചിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് അംഗീകരിച്ചേ പറ്റൂ. സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഞങ്ങൾ താരാൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താരാൻ്റെ സത്യങ്ങൾ അറിഞ്ഞിട്ടും നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തടഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നിന്റെ മനസ്സിലൊരു പിതാന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാടി എന്ന് പറയുമ്പോഴേക്കും ഇവരെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കേണ്ട, ഇവരെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയാണ്. നാണോട് ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അമ്മയാണ് നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മയുണ്ടല്ലോ, അതിൻ്റെ വളർത്തമ്മയാണ്. വളർത്തമ്മേനും പെറ്റമ്മേനും രണ്ട് ത്രാസിൽ കാണുന്നതല്ല, പക്ഷെ ഇനി കുറച്ചെങ്കിലും സ്നേഹം ഈ പാവസ്ഥയോട് നിനക്ക് കാണിച്ചൂടെ? നീ ഒരിക്കലും കാണിക്കില്ലെന്ന് എനിക്കും കിരണേട്ടനും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ ജീവിക്കാനെങ്കിലും അനുവദിച്ചുകൂടിയടി. അതെ, ഞാൻ ജീവിക്കാൻ അനുവദിക്കാം, പക്ഷെ ഇവരെന്തിനിടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ കയറി വരണം? എൻ്റെ മോളാണ്, എൻ്റെ കൊച്ചുമോളെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ എന്തിനെ കാണണം? അത് ഒരു അമ്മയുടെ വേദനയാടി. നീയൊരിപ്പോൾ അമ്മയല്ലേ, നിനക്ക് നാളെ സമയത്ത് ഇത് മനസ്സിലാവും. നിന്റെ മോള് നിന്നെ തള്ളി പറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിനക്കിത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയണം. എൻ്റെ മോളിനെ തള്ളി പറയില്ല, കാരണം എൻ്റെ മോളാണ്, എൻ്റെ നല്ല സ്വഭാവം തന്നെ അവൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവരെന്ന ചീത്ത സ്ത്രീയാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് പ്രാവശ്യം പോയതല്ലേ ഇവള്, അതുപോലെ തന്നെ എന്തോരം പേരുടെ കൂടെ പോയിട്ടുണ്ട്. കിരണിൻ്റെ അച്ഛൻ്റെ കൂടെയും പോയിട്ടില്ലടി ഇവള് എന്നൊക്കെ പറയുമ്പോഴേക്കും കല്യാണിക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. അപ്പൊ തന്നെ ഒരു അടി വേഗം തന്നെ കല്യാണി നമ്മുടെ സരുവിൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുക്കുവാണ്. നല്ല പാട് തന്നെ സരുവിൻ്റെ മുഖത്ത് വീഴുന്നുണ്ട് കേട്ടോ. ഇറങ്ങിപ്പോടി, അല്ലെങ്കിൽ നിന്റെ മറ്റേ കവളും കൂടി ചുവക്കും. ആ ചുവപ്പും പാടൊക്കെ പോകാണ്ട് ഒരാഴ്ച സമയം എടുക്കും, നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പൊടി എന്ന് പറയാണ്. അങ്ങനെ സരു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സരു വിക്രത്തിനെ കാണുവാണ്. വിക്രവും അതേ അവസ്ഥയിൽ തല്ലൊക്കെ കൊണ്ട് അവൾ ഇരിക്കുക കേട്ടോ. സരു എപ്പോഴാണ് വന്നത് എന്ന് പറയുമ്പോൾ സരിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. എന്തു പറ്റി സരു? മുഖത്ത് അടിയിൽ കൊണ്ട് പാടുണ്ടല്ലോ. ഈ അടിച്ച പാട് കണ്ടാലറിയാം ആരാ അടിച്ചതെന്ന്. കല്യാണി അടിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ അടിച്ചു, നന്നായിട്ട് അടിച്ചു എന്ന് പറയാണ്. അല്ല, അവളെന്തിനാ സരുവിനടിച്ചത്? അവൾക്ക് എന്നെ കണ്ടുകൂടല്ലോ, അതന്നെയാ കാരണം എന്ന് പറയാണ്. സരു, ഇത് നമുക്ക് വിട്ടുകൂടാ. നോക്ക്, നമ്മൾ അടിയേറ്റ പാമ്പുകളെ പോലെയാണ്, സർപ്പ പാമ്പുകൾ. അതിൻ്റെ വായിൽ വിഷം ഉണ്ടാവും. കറക്റ്റ് സമയത്ത് അത് ചീറ്റി ശത്രുവിനെ കൊല്ലണം. അതാണ് പാമ്പിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ നമുക്ക് മറിഞ്ഞിരിക്കാം. കറക്റ്റ് സമയം നമുക്ക് വിഷം ചീറ്റി എല്ലാത്തിനും കൊല്ലാൻ സരി വിഷമിക്കൊന്നും വേണ്ട. ഇന്ന് എന്നെ കിരണിവിടെ പെരുമാറിയിട്ട് ഞാനിവിടെ ഇരിക്കുന്നത്. നിന്നെ കല്യാണി പെരുമാറി. അവരാണ് ഏറ്റവും വലിയ ശത്രു, നമ്മുടെ കല്യാണി കിരണും. അതിൽ കിരണിനെ വേണം ആദ്യം ഇല്ലാതാക്കാൻ. കിരണാണ് കല്യാണിയുടെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് കിരണിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാം. വിക്രം, ഞാൻ പറയല്ലോ, എത്ര പണം വേണമെങ്കിലും അതിനു വേണ്ടി ഞാൻ മുടക്കാൻ റെഡിയാണ്. അതൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും. പക്ഷെ കേരളത്തിലുള്ള ഒരാളെ ഇറക്കാൻ പറ്റില്ല, അറിയാലോ. കേരളത്തിലും തമിഴ്നാട്ടിലും എന്തിനാ അമേരിക്ക വില പിടിപാടുള്ള ആളാ ഈ കിരണിന്റെ അച്ഛൻ എന്ന് പറയണത്. അതുകൊണ്ട് ഏത് കുണ്ടിനെ ഇറക്കിയാലും അയാൾ എങ്ങനെയൊക്കെ മണം പിടിച്ചറിയും. അതുകൊണ്ട് നമുക്ക് വളരെ ആലോചിച്ചും കണ്ടുവേണം ഒരു മുമ്പോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആ കിരണിനെ തീർത്തിരിക്കും എന്നൊക്കെ വിക്രം പറയാണ്. ശരി, അതിന് വേണ്ടിയിട്ടുള്ള എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിക്രം എങ്ങനെയെങ്കിലൊക്കെ കിരണിനെയും തീർക്കാൻ വേണ്ടി അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. അതേസമയം നമ്മുടെ പ്രകാശൻ ഡിസ്ചാർജ് ആവുന്നുണ്ട്. അമ്മ പൈസ തെണ്ടിയിട്ടാണ് കേട്ടോ ഡിസ്ചാർജ് ആണുള്ള പൈസ വാങ്ങിച്ചത്. അങ്ങനെ ഡിസ്ചാർജ് ആയ പ്രകാശിനും വിക്രവും അമ്മമ്മയും കൂടി നടന്നു പോകുവാണ്. എടാ പ്രകാശ, നമ്മൾ എങ്ങോട്ടാണ് നടക്കുന്നത്, എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലമ്മേ, എവിടെയെങ്കിലേക്ക് പോവാം എന്ന് പറയാണ്. ആ സമയത്ത് എവിടേക്ക് പോകാനാണെന്ന് പറയുമ്പോൾ കാദംബരിയുടെ വീട്ടിലേക്ക് പോകണോ? അവളുള്ള ഭർത്താവും പഴയ പോലെ ഒന്നും അല്ല. അവർ നമ്മളെ കേട്ടില്ല. അവരെ ആ കിരണിന്റെ കല്യാണിയുടെ ജോലി സ്ഥലത്തല്ലേ പണിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവർ കേട്ടില്ല. പിന്നെ എവിടെ പോടാ, ഒരു വാടക വീട് എടുക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലെന്ന് പറയാണ്. എനിക്കറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അവിടുന്ന് പോവാണ്. അമ്മമ്മയും വിക്രവും ആകെ വഴിയാതായിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാട്ടോ. പ്രകാശ് നേരെ പോണത് ബാലന്റെ അടുത്തേക്കാണ്. വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലൊക്കെ ഒരു മൂലൊക്കെ ചുരുണ്ട് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ് ബാലന്റെ. അങ്ങനെ ബാലനെ സമ്മതിക്കുകയാണ്. അങ്ങനെ
അങ്ങനെ പ്രകാശൻ അവിടെ നേരം വെളുപ്പിക്കാൻ വേണ്ടി ഇരിക്കുവാട്ടോ. പക്ഷെ പ്രകാശന്റെ മനസ്സിൽ ഫുള്ളും ഈ കാര്യങ്ങളാണ്. തന്നെ എല്ലാവരും ചതിച്ചതും പറ്റിച്ചതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രകാശൻ മനസ്സ് നൊന്നിട്ട് തന്നെ പൊട്ടിക്കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിക്രം ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നുള്ള സത്യം പ്രകാശൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രകാശൻ അങ്ങനെ ഒരു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കല്യാണിയെടുത്തും പതിക്കെ പതിക്കെ ദേഷ്യം മാറി വരും പ്രകാശന്. കല്യാണിയെടുത്ത് നല്ല പെമ്മക്കളെടുത്ത്, കാരണം പെമ്മക്കളാണ് കുലത്തിന്റെ നാശം വിധിക്കണതെന്നൊക്കെ ആണല്ലോ പ്രകാശ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല, താൻ ഇത്രയും പുഞ്ഞാഴിപ്പിച്ച് വളർത്തിയ മോൻ എന്താ ചെയ്തത്? ഒരു കേറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്കായില്ലേ? ഇങ്ങനെ എന്തിനാ ജീവിക്കണത്? ഇതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിൽ കിടന്ന് ചത്താ മതിയെന്ന് പ്രകാശം വിചാരിക്കുകയാണ്. അങ്ങനെ പ്രകാശിനെ ആകെ പൊട്ടിക്കരിയാണ്. നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിലോ റോട്ടിൽ വെച്ചിട്ട് നമ്മുടെ അമ്മൂമ്മയടുത്ത് പറയണ്ട്, നിങ്ങളെന്തിനാ എൻ്റെ കൂടെ വന്നത്? എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അയാൾ പോയി, നിങ്ങളുടെ മോൻ കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ എൻ്റെ തലയിൽ വെച്ചിട്ട് അയാൾ എവിടെയോ പോയി. ഈ ഞാൻ നിങ്ങൾ വയസ്സായ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാ? തെണ്ടി 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 നിങ്ങൾ രാത്രി ആകുമ്പോഴേക്കും എന്തിനും കൊണ്ടം തരും, അതും കാത്ത് ഞാൻ കിടക്കണോ? എനിക്കെങ്ങനെ ജീവിക്കണമെന്ന് അറിയാം. എടാ കട്ടും മോഷ്ടിച്ചും ജീവിക്കടാ, നീ പിടിക്കപ്പെടൂടാ, ജയിലിൽ കിടന്ന് പോലീസായിട്ട് ഇടി കിട്ടേണ്ടി വരും. അങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾ വേറെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മേനെ റോഡരികിൽ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മുടെ വിക്രം അവിടെ നിന്ന് പോവാണ്. അമ്മൂമ്മ പിന്നെ വിചാരിക്കും എന്തിനാ അമ്പലത്തിലേക്ക് തന്നെ പോവാം, അമ്പലം പള്ളി അങ്ങനെ പല സ്ഥലങ്ങൾ നാട്ടു റോട്ടിലൊക്കെ തെണ്ടി എവിടെയെങ്കിലൊക്കെ വല്ല കടത്തിണ്ണയിലും കിടന്ന് ജീവിതം അവസാനിപ്പിക്കാം, ജീവിതം തീർക്കാം എന്നൊക്കെ അമ്മൂമ്മയും വിചാരിക്കണം. അങ്ങനെ 3 പേരും 3 വഴിക്കാവാണ്. അതിനുശേഷം നമ്മുടെ കാർത്തിക സത്യങ്ങളൊക്കെ കിരണോടും കല്ലെടുത്ത് പറയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തത്തെ കുറിച്ചിട്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർ ഇത്രയും നല്ല സത്യം പറയാത്തതിന്റെ കാരണം ഇവരുടെ കുടുംബത്തിൽ ആരും ഒരാൾ തന്നെയാണ് ഇവരുടെ അതായത് ലക്ഷ്മിയുടെ കാർത്തികയുടെ ജീവിതം തകർത്തെന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ പോസ്റ്റും അതുപോലെ റീൽസൊക്കെ കണ്ടാൽ അറിയാം, കാർത്തികയും അതുപോലെ ആൽബിയുടെയും കുറച്ച് പോസ്റ്റുകൾ അധികം കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ ആൽബിയും കാർത്തികയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ എന്നാണ് ഇപ്പം അറിയേണ്ടത്. കാരണം അതാകുമ്പോഴേക്കും കഥ വേറൊരു രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ആൽബി നമ്മുടെ സോനിനെ വളരെയധികം സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. ആൽബിക്ക് വേറൊരു മുഖം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ഒരു വില്ലനായിട്ടൊരു മുഖം അല്ലെങ്കിൽ ഒരു ചതിക്കപ്പെട്ടൊരു മുഖം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. എന്തായാലും കാർത്തികക്കാണ് എന്തോ സംഭവിച്ചിരിക്കട്ടോ. കാർത്തികയുടെ ജീവിതം ഒന്നില്ലെങ്കിൽ ഒരാൾ പ്രണയം കാണിച്ചു നടിച്ച് അത് ആ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അവർക്ക് പണമില്ലാത്ത സമയത്തായിരിക്കും. അതുകൊണ്ടാണ് ഇവര് എല്ലാവരും പേടിച്ച് വേറൊരു നാട്ടിലേക്ക് വന്നിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സത്യങ്ങളാണ് കിരണിനോടും കല്യാണെടുത്ത് കാർത്തികയും ലക്ഷ്മിയും പറയാൻ പോണത്. ആ സത്യത്തിൽ ആ ഒരു കഥയിലെ വില്ലൻ നമ്മുടെ ആൽബി ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആൽബി അല്ലെങ്കിൽ ആരും ഇവർക്ക് അറിയാവുന്ന ആരും ഒരാൾ തന്നെയാണ്. എന്തായാലും അത് വലിയൊരു കഥ തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് അവർ നാളെ പറയാം, അടുത്ത ദിവസം തന്നെ പറയാം, വലിയൊരു കഥയാണ് അത് എന്നൊക്കെ. നിങ്ങൾക്ക് ഈ വിക്രം അതുപോലെ തന്നെ പ്രകാശൻ, സരയു, രാഹുൽ ഈ ദുഷ്ടന്മാരെക്കാളും വലിയ ദുഷ്ടനാണ് ഇവരുടെ ജീവിതത്തിലുള്ളതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കഥാപാത്രത്തിന്റെ എൻട്രിയാണ് ഇനി ഈ ആഴ്ച വരാൻ പോണത്. പ്രൊമോ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വളരെ ട്വിസ്റ്റ് ആയിരിക്കും ഈ ആഴ്ച എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.